ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാം എന്നാണ്. ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ആലോവേര ജെല്ലോ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഫുള്ള് നല്ലപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഗ്ലിസറിൻ. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റേസർ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് വേണം ചെയ്യാൻ. പിന്നെ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക, പതിയെ ചെയ്യാൻ നോക്കുക, എപ്പോഴും ശ്രദ്ധിച്ച്. ഞാനിവിടെ ഒരു കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഐബ്രോയുടെ അവിടെ ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, പതിയെ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെയർ റിമൂവ് ചെയ്ത് അന്നോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഫേസിൽ ഫേസ് പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. സ്കിൻ ഇറിറ്റേറ്റ് ആകും ചിലവർക്ക്, എല്ലാവർക്കും ഇല്ല. ഐബ്രോയുടെ ഭാഗത്തൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോഴും ഉറങ്ങുന്നതൊക്കെ നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കണം. 7-8 മണിക്കൂർ അങ്ങനെ കുറഞ്ഞത് ഉറങ്ങുക. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, 2-3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുക. അത് സ്കിന്നിന് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കുക. എനിക്ക് ഈ ജോൺ ലൈൻ്റെ അവിടെ കുറച്ച് മിനി ഹെയർസ് ഉണ്ട്, പിന്നെ ലിപ്പിൻ്റെ മുകളിലും അവിടെയൊക്കെയാണ് മിനി ഹെയർസ് കൂടുതൽ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, എൻ്റെ കൈ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. ചെറുതായിട്ട് പേടിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വീടിന് പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് സ്കിന്നിന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, ടാനൊന്നും ആകത്തില്ല. അത് എപ്പോഴും സൂക്ഷിക്കുക. ഇവിടെ ഞാൻ ഫേസിൽ പിമ്പിളൊക്കെ എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് സ്വന്തമായിട്ടിരുന്ന് വിഷമിക്കുക. കുറച്ച് പിമ്പിൾസ് അധികം ഉണ്ട് മുഖത്ത്. അവസാനം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക, എന്നിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നല്ലതായിരിക്കും ഫേസിന്. ഇത് പിന്നെ പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഞാനെൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ യൂസ് ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഫേസിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാ സോങ്ങൊക്കെ റെക്കോർഡ് ചെയ്തിടാറാണ് പതിവ്. എന്തായാലും ഇത് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഞാൻ പഠിച്ചു തരുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോ ഇടുന്ന ആദ്യമായിട്ടാണ്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അത്ര ആവശ്യമില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിന് കുറച്ച് മിസ്റ്റേക്സൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എനിവേ, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോഴേ എപ്പോഴും സൺസ്ക്രീനും മോയ്സ്ചറൈസറും യൂസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.